ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റേസ്. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഫിസിക്കൽ കെമിസ്ട്രിയുള്ള ചാപ്റ്റർ ആണ്. അതിലുള്ള ഒരു ടോപ്പിക്കാണ് മക്കളെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഒരു കെമിക്കൽ കോമ്പൗണ്ട് എടുത്താൽ അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള എലമെന്റ്സിന്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ. അതിൽ നിന്ന് ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. റെഡിയാ മക്കളെ? പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു അറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു 100 ആണ്. അതായത് ഒരു കോമ്പൗണ്ടിലെ ഒരു എലമെന്റിന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആ കോമ്പൗണ്ടിന്റെ ഒരു ഫോർമുല യൂണിറ്റിൽ എത്രത്തോളം ആ എലമെന്റിന്റെ ആറ്റംസ് ഉണ്ട്, അതാണ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ എലമെന്റ്സ് ഇൻ വൺ ഫോർമുല യൂണിറ്റ്. നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ എലമെന്റ് ഇൻ വൺ ഫോർമുല യൂണിറ്റ്. അറ്റോമിക് വെയിറ്റ്, ആ എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു 100. ഇതാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് എൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് കാണാനുള്ള ഫോർമുല. റെഡിയാ മക്കളെ? ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. സോ ആദ്യം നമുക്ക് ഇതെങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ എങ്ങനെയാ വരിക? ഒന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ ഗ്ലൂക്കോസ്. എന്താ മക്കളെ? ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല C6H12O6. എന്താ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ കാണാനുള്ള ഫോർമുല? യെസ്, മാസ് പെർസെൻറ്റേജ് ഓഫ് ആരാണ് കാണാൻ പോകുന്നത്? കാർബൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? എത്രയാ? ഗ്ലൂക്കോസിന്റെ ഒരു ഫോർമുല യൂണിറ്റിലുള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണമാണ് കാർബൺ ആറ്റത്തിന്റെ എണ്ണം 6 ആണ്. സോ 6 ഇൻറ്റു അറ്റോമിക് വെയിറ്റ്. എത്ര കാർബൺ അറ്റോമിക് വെയിറ്റ്? 12 ഡിവൈഡഡ് ബൈ ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ വെയിറ്റ് നമ്മൾ ചെയ്ത് നോക്കിയാൽ 180 കിട്ടും ഇൻറ്റു 100. ഇതാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ ഗ്ലൂക്കോസ്. ചെയ്താൽ എത്ര കിട്ടുക മക്കളെ? ഒന്ന് പറയാവോ? യെസ്, 0 നമുക്ക് കട്ട് ചെയ്യാം. റെഡിയാണേ? 6ഉം 18ഉം കട്ട് ചെയ്താൽ താഴെ 3. 12/3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 40%. അതായത് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ മാസിന്റെ 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാർബൺ എന്ന് പറയുന്ന എലമെന്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇത്. റെഡിയാ? അതുപോലെ ഒറ്റ ക്വസ്റ്റ്യനോട് നമുക്ക് നോക്കാം മക്കളെ. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഇൻ സൾഫ്യൂരിക് ആസിഡ്. അങ്ങനെയാണ് നിങ്ങൾ പറയൂ. എത്ര? ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇൻറ്റു, കാരണം ഒരു സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല യൂണിറ്റിൽ ദർ ആർ 4 ഓക്സിജൻ ആറ്റം. ഇൻറ്റു ഓക്സിജൻ അറ്റോമിക് വെയിറ്റ് 16 ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ചെയ്താൽ 98 എന്ന് കിട്ടും ഇൻറ്റു 100. റെഡിയാ? എത്ര ആൻസർ വരിക? 4 ഇൻറ്റു 16 എന്ന് പറയുമ്പം 64 ആണ്. മക്കളെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 98ന് പകരം 100 ആണ് എടുക്കുന്നതെങ്കിൽ 100 കൊണ്ട് കട്ടായി പോവും. 64 എന്ന് ആൻസർ കിട്ടുമല്ലോ. സോ ആൻസർ ഇസ് സംവെയർ അറൗണ്ട് 64% എന്ന് പറഞ്ഞൂടെ. സോ ദ ആൻസർ ഇസ് 65.3%. റെഡിയാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളിത് വളരെ സിമ്പിൾ ഒരു ടോപ്പിക് ആണെങ്കിലും ഇതിൽ നിന്ന് MCQs എങ്ങനെയൊക്കെ വരാം നോക്കൂ. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻസ് 0.33% ഓഫ് അയൺ ബൈ മാസ്. The molecular weight of hemoglobin is approximately 67,200. How many iron atoms are present in one molecule of hemoglobin? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായ എന്നാണ് ഒരു ഹീമോഗ്ലോബിന്റെ മോളിക്യൂളിൽ എത്രത്തോളം അയൺ ആറ്റംസ് അടങ്ങിയിട്ടുണ്ട്, അതിനാണ് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായ എന്നിന്റെ വാല്യൂ ആണ്. അതുകൊണ്ട് ഞാൻ ആ ഫോർമുലയൊക്കെ പഠിപ്പിച്ചത്. റെഡിയാ മക്കളെ? സോ അങ്ങനെയാണ് പറഞ്ഞേ. എത്ര ഹീമോഗ്ലോബിനിൽ അയണിന്റെ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുള്ളത്? 0.33 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു അറ്റോമിക് വെയിറ്റ് ഓഫ് അയൺ. പെർസെൻറ്റേജ് ഓഫ് അയൺ ഗിവൺ ആസ് 0.33. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു അറ്റോമിക് വെയിറ്റ് ഓഫ് അയൺ എത്രയാ? 56 ആണ്. അറ്റോമിക് വെയിറ്റ് ഓഫ് അയൺ 56 ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ 67,200 എന്ന് കിട്ടി ഇൻറ്റു 100. റെഡിയാ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 100ഉം 100ഉം കട്ട് ചെയ്യാം. സോ അങ്ങനെയാണ് എന്നിൻ്റെ വാല്യൂ എത്ര വരുന്നത്? n is equal to 0.33 ഇൻറ്റു 672 ഡിവൈഡഡ് ബൈ 56 ആണ്. ആൻഡ് 672/56 എന്ന് പറഞ്ഞാൽ 12 വരും. 0.33 ഇൻറ്റു 12, 0.33 എന്ന് പറഞ്ഞാൽ 1/3 മക്കളെ. സോ 1/3 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ ആൻസർ ഇസ് 4. സോ ദർ ആർ 4 അയൺ ആറ്റംസ് ഇൻ വൺ മോളിക്യൂൾ ഓഫ് ഹീമോഗ്ലോബിൻ. റെഡിയാണോ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വരാവുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയത്, എ കെമിക്കൽ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 8% ഓക്സിജൻ ബൈ മാസ്. ഫൈൻഡ് ഇറ്റ്സ് മിനിമം മോളിക്കുലർ വെയിറ്റ്. ഒരു കെമിക്കൽ കോമ്പൗണ്ട് തന്നിരിക്കുന്ന ഒരു അൺനോൺ കോമ്പൗണ്ട് ആണ്. അതിൽ 8%
ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ആ കോമ്പൗണ്ടിന്റെ മിനിമം മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. എന്താ മക്കളെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ലോജിക്ക് ഒന്ന് ശ്രദ്ധിച്ചേടാ മക്കളെ. നമ്മുടെ കോമ്പൗണ്ടിൽ ഒരു കോമ്പൗണ്ടിന്റെ ഫോർമുലയില് ഓക്സിജൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല റെപ്രസെന്റേഷനിൽ മിനിമം ഒരു ഓക്സിജൻ എങ്കിലും ഉണ്ടെങ്കിലാണ് ഓക്സിജൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. സോ ഓക്സിജൻ ഉള്ള ഒരു കോമ്പൗണ്ടിന്റെ മിനിമം പോസിബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ മോളിക്കുലാർ ഫോർമുലയിൽ ഒരു ഓക്സിജൻ ആറ്റം എങ്കിലും ഉണ്ടെങ്കിലേ ഓക്സിജൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മിനിമം മോളിക്കുലാർ വെയിറ്റിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ മക്കൾ ചെയ്യേണ്ടത് എന്നിന്റെ വാല്യൂ 1 കൊടുക്കുക, എന്നിട്ട് മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ഫോർമുല എന്താ? മാസ് പെർസെന്റേജ് ഓഫ് എൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് n ഇൻറ്റു അറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു 100 ആണ്. അപ്പൊ എന്നിന് 1 കൊടുക്കുന്നു, മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കുന്നു. സോ ഇവിടെ എത്രയാ ഓക്സിജന്റെ പെർസെന്റേജ് പറഞ്ഞത്? 8 ആണ്. 8 is equal to 1 ഇൻറ്റു ഓക്സിജൻ അറ്റോമിക് വെയിറ്റ് 16 ഡിവൈഡഡ് ബൈ ഈ കിട്ടുന്ന മോളിക്കുലർ വെയിറ്റിനെ വിളിക്കാം മിനിമം മോളിക്കുലാർ വെയിറ്റ് ഇൻറ്റു 100. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്നിന് 1 തന്നില്ലല്ലോ, പക്ഷെ മിനിമം മോളിക്കുലർ വെയിറ്റ് അല്ലേ കാണാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ കോമ്പൗണ്ടില് തന്നിരിക്കുന്ന എലമെന്റിന്റെ ഒരാറ്റമെങ്കിലും ഉണ്ടെങ്കിലേ ആ എലമെന്റ് അതിലുണ്ട് എന്ന് പറയാൻ പറ്റൂ. അപ്പൊ എന്നിന് 1 കൊടുത്ത് മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കൂ. എത്ര വരും മിനിമം മോളിക്കുലർ വെയിറ്റ്? എത്ര വരും മക്കളെ? മിനിമം മോളിക്കുലാർ വെയിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 16/8 ഇൻറ്റു 100 ആണ്. 16/8 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 100 എന്ന് പറയുമ്പം 200. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. റെഡിയാ? സോ വളരെ ചെറിയൊരു ടോപ്പിക് ആയിരുന്നു പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ നീറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് മക്കളെ. എല്ലാവരും ഇതിലൂടെ കടന്നു പോവുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് ഇനി കൂടുതൽ ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.